ദൈവവചനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്താണ്? ഇത് പദ്യവചനമാണ്. നമ്മൾ ചില ആയുർവേദ ഡോക്ടർമാരുടെ അരികിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നെന്ന് വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം രോഗവിവരങ്ങളൊക്കെ നമ്മളിൽ നിന്നും മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ മരുന്നൊക്കെ തരാം, കുറെ കഷായമുണ്ട്, കുറെ ഗുളികയുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം മരുന്ന് തരാം. പക്ഷെ ഒരു കാര്യം, പഥ്യം പാലിക്കണം. ഈ മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ പറയുന്ന പഥ്യങ്ങൾ നിങ്ങൾ പാലിച്ചേ പറ്റൂ. അതിന് തയ്യാറാണോ? അതിന് തയ്യാറല്ല എന്ന് ആ ഡോക്ടർ പറഞ്ഞാൽ, എന്നാൽ സുഹൃത്തെ പോയിക്കൊള്ളുക, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിച്ചോ. എന്തുകൊണ്ടാണ് ആ ഡോക്ടർ മരുന്ന് കൊടുക്കാതെ അയാളെ വിടുവാൻ കാരണം? ഈ മരുന്നിനൊരു പ്രത്യേകതയുണ്ട്. ആ മരുന്ന് കഴിക്കുമ്പോൾ ഇന്ന സാധനങ്ങളൊന്നും, ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ട് കഴിക്കാൻ പാടില്ല? അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് ഫലിക്കാതെ വരും. ഫലിക്കാതെ വരും എന്ന് മാത്രമല്ല, ഈ മരുന്ന് കഴിക്കുമ്പോൾ, ഈ പഥ്യം പാലിക്കാതെ പോകുമ്പോൾ വിപരീത ഫലം ആ വ്യക്തിയുടെ ശരീരത്തിലുണ്ടാവും. പല പല രോഗങ്ങൾ വേറെ വരും. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് പഠിച്ച ആ ഡോക്ടർക്കറിയാം. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഈ തിരുവചനം എന്ന് പറയുന്നത് പഥ്യവചനമാണ്. ഈ വചനം നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ ലോക മനുഷ്യരെ പോലെ, ലോകക്കാരെ പോലെ പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇടപെടുവാനും നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. ലോക മനുഷ്യർക്ക് എന്തുവാകാം, ഇല്ലേ? യേശുവിനറിയാത്ത ലോക മനുഷ്യർക്ക് എന്തും ചെയ്യാം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ക്രിസ്മസ് ആളുകൾ കൊണ്ടാടി, അവര് കുടിച്ച് ഭക്ഷണം കഴിച്ച് ഡാൻസ് കളിച്ച് ആടിത്തിമിർത്ത് അവര് പോയി. ഇവര് ഈ പണം ചെലവാക്കുന്നത് അവരുടെ ശരീരത്തിനോ അവരുടെ കുടുംബത്തിനോ ഒരു പ്രയോജനമില്ല. പക്ഷേ ഇത് ഉൽപ്പാദിപ്പിച്ച് ഇത് വിപണനം ചെയ്യുന്ന ആളുകൾ പണക്കാരാവുകയാണ്. ഒരാള് വിഷം കഴിച്ചെന്ന് വിചാരിക്കൂ, അല്ലെ ഒരു പാമ്പ് കടിച്ചെന്ന് വിചാരിക്കൂ. പാമ്പ് കടിച്ചു. ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മനുഷ്യൻ രോഗിയാവാം, അല്ലെങ്കിൽ മരിച്ചു പോകാനും സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് അയാളുടെ കുടുംബത്തിലുള്ള ഒരാൾക്കും ഒരു കുഴപ്പമില്ല. കാരണം ആ വ്യക്തിക്ക് മാത്രമാണ് ആ പാമ്പിൻ വിഷം അതിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. എന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഈ കാര്യങ്ങളുമായി ഒരാൾ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്തറിയാമോ? അത് ആ വ്യക്തിയെയും ആ കുടുംബത്തെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും അത് ബാധിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പഥ്യവചനം. പാസ്റ്റർ ആയാലും വിശ്വാസിയായാലും എത്രമാത്രം ബൈബിളിനെ കുറിച്ച് ഗാഢമായ അറിവുണ്ടായാലും, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ തിരുവചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പഥ്യം പാലിക്കേണ്ടത് വിടേണ്ടതിനോട് നമ്മൾ നിശ്ചയമായും വിട പറയണം. പൗലോസ് ഈ സുവിശേഷം, ഈ വചനം പ്രസംഗിച്ചതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. കൈകാലുകളൊക്കെ ബന്ധിക്കപ്പെട്ട് ആ മനുഷ്യൻ വളരെ സങ്കടത്തോടുകൂടെ ചെലവഴിക്കേണ്ട പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം പറയുന്നു, ഈ ദൈവവചനം പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾക്ക് ബന്ധിക്കാൻ പറ്റും.
ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ പറ്റും, എന്റെ കൈകളെ ബന്ധിക്കാൻ പറ്റും, എന്റെ കാലുകളെ ബന്ധിക്കാൻ പറ്റും. എന്നാൽ ഞാൻ ഈ പറയുന്ന ഈ വചനത്തിന് എന്തില്ല? അതിന് ബന്ധനമില്ല. ദൈവവചനത്തെ ബന്ധിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. പ്രസംഗിക്കുന്നവനെ ജയിലടക്കാൻ പറ്റും, പ്രസംഗിക്കുന്നവനെ കൊല്ലാൻ പറ്റും, പ്രസംഗിക്കുന്നവനെ മൃഗീയമായി ഉപദ്രവിക്കാൻ പറ്റും. പക്ഷേ ആ പ്രസംഗിക്കുന്നവന്റെ ആ വചനങ്ങളെ ഒന്നിനെയും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ബന്ധിക്കാൻ കഴിയില്ല, തടയാൻ കഴിയില്ല, അതിനെ എതിർക്കുവാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ വചനം ശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഏത് തടവറയിലേക്കും ഈ വചനം കയറി ചെല്ലും, ഏത് തടവറക്കുള്ളിലും പ്രവേശിക്കും, ഏത് പ്രതിസന്ധികളെയും മാറ്റും. വചനമയച്ച് രോഗികളെ സുഖമാക്കി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ പകൽക്കാലം പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചു, പലപ്പോഴും ബന്ധിക്കപ്പെട്ടു, തടവറയിലായിപ്പോയി. പക്ഷെ അദ്ദേഹം തിമോഥെയോസിനോട് പറയുകയാണ്, ഈ വചനത്തെ ബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ളവരെല്ലാം മൈക്കൊക്കെ എടുത്ത് ഓരോ ജംഗ്ഷനിൽ പോയി പരസ്യോതിൽ പ്രസംഗിക്കുന്നത്. ചിലപ്പോൾ ആരെങ്കിലും വന്ന് ഞങ്ങൾ ആക്രമിക്കാം, എന്തും ഞങ്ങൾക്ക് സംഭവിക്കാം. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞങ്ങളെ മനുഷ്യർക്ക് തകർക്കാൻ പറ്റും, കൊല്ലാനും പറ്റും. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ വചനം ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ഒരന്ധകാരത്തിനും തടയാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പോടുകൂടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നു, ഇത് സത്യവചനമാണ്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് നിസ്സാരമായിട്ട് നമ്മൾ അതിനെ കാണരുത്. ആ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സത്യങ്ങളും ഒന്നും തന്നെ ജനത്തിന്റെ മുമ്പിൽ മറച്ചു വെക്കാതെ അത് യഥാർത്ഥമായി തന്നെ അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിരിക്കണം. എന്നാൽ കൃപയാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി എനിക്കും നിൽക്കുവാൻ ഇതുവരെ ദൈവം സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും ഈ സത്യവചനം നിങ്ങളുടെ കൈകളിലേക്ക് തന്നിരിക്കുകയാണ്. ഈ സത്യവചനത്തെ എല്ലാവരോടും യഥാർത്ഥമായി കൃത്യമായി പറഞ്ഞ് അവരെ സത്യത്തിന്റെ വഴിയിലേക്ക്, നേരിന്റെ വഴിയിലേക്ക്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും ചുമതലയും നമുക്കുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇപ്പൊ ദൈവവചനം എന്താണ്? സത്യവചനം. ഇത് പൂർണ്ണമായും വിശ്വസിക്കാം, കണ്ണും പൂട്ടി വിശ്വസിക്കാം. ഈ വചനത്തിലൂടെ ദൈവം ഇടപെടുന്നു, നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോ, അന്ധമായിട്ട് അങ്ങ് വിശ്വസിച്ചോ, പേടിക്കേണ്ട ആവശ്യമില്ലെന്നേ. കാരണം ഈ വചനം സത്യമാണ്. യേശു പറഞ്ഞു, സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു തന്നെയാണ് സത്യം. ആ സത്യവചനം ഏറ്റെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിടുതലുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, ആത്മീയ പുരോഗതി ഉണ്ടാകും. ഇത് ജ്ഞാനത്തിന്റെ വചനമാണ്. ഇവിടെ പറയുന്നു, ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ. ഈ ജ്ഞാനത്തിന്റെ വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? രക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെടണം. നമ്മളെല്ലാവരും ആരാണ്? രക്ഷിക്കപ്പെട്ടവരാ. രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ശരീരമാണോ? അല്ല, നമ്മുടെ ഉള്ളിലെ സർവലോകത്തെക്കാളും വിലയേറിയ, നമ്മുടെ ആത്മാവിന്റെ വില സർവലോകത്തെക്കാളും വിലയേറിയതാണ്. ആ ആത്മാവാണ് വീണ്ടും ജനിച്ചത്. അങ്ങനെ വീണ്ടും ജനിച്ച് പുതുജനനം പ്രാപിച്ച് നമ്മളിവിടെ എവിടെ എത്തിച്ചേർന്നു?
ദൈവരാജ്യത്തിൽ. ഒന്നുകൂടി പറഞ്ഞാൽ സഭയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാട്ട് പാടുമ്പോഴും, ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും, ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും പടിപടിയായി നമ്മൾ വളരുകയാണ്. ഈ വചനം കേട്ട് ഗ്രഹിച്ച് ഏറ്റെടുത്ത് നല്ല നിലത്തത് നിക്ഷേപിക്കണം. അത് 30, 60, 100 മേനിയായി വളർന്ന് വളർന്ന് ഫലം കായ്ക്കണം. അതിനാണ് ഈ ജ്ഞാനത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അല്ലാതെ നമുക്ക് കുറെ അറിവൊന്നും കിട്ടാനല്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഈ ശരീരം ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരം രക്ഷിക്കപ്പെടണമെങ്കിൽ പാപത്തെ വെറുത്ത്, ലോകത്തെ വെറുത്ത്, ലോകമോഹങ്ങളെ വെറുത്ത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് വിട പറഞ്ഞ് നിർമ്മല മനസാക്ഷിയോടുകൂടെ ഈ ജ്ഞാനത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ വരവിനായി ഒരുങ്ങി നമ്മൾ മുന്നോട്ട് പോകണം. ഈ തിരുവെഴുത്ത് എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ആണ്. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവസ്വാസീയമായതാണ്. ദൈവത്തിന്റെ ശ്വാസം നിറഞ്ഞതാണ് ദൈവത്തിന്റെ വചനം. ഇപ്പൊ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചു ആരാധിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എത്രയോ പ്രാവശ്യം ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തു. നമ്മൾ അറിഞ്ഞോ? നമ്മൾ എണ്ണ എടുത്തോ? നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്തോ? ഒന്നും കൊടുത്തില്ല, ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ആ ശ്വാസം അകത്തേക്ക് വലിക്കാനും പുറത്തേക്ക് വിടുവാനും നമ്മുടെ ശ്വാസകോശത്തിന് കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവനോടുകൂടി ഇരിക്കുന്നത്. ഒരു പനി വന്നാൽ മതി പ്രിയപ്പെട്ടവരെ, ഒരു വയറിളക്കം വന്നാൽ മതി, നമ്മുടെ കാര്യം തീർന്നു. നമ്മൾ അവിടെ കിടക്കും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അപ്പൊ ഈ തിരുവചനത്തിലുള്ള എല്ലാ വാക്കുകളും എന്ത് നിറഞ്ഞതാണ്? ദൈവത്തിന്റെ ശ്വാസം. അത് ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ നിറഞ്ഞതാണ്. ആദാമിനെ മണ്ണുകൊണ്ട് കർത്താവ് സൃഷ്ടിച്ചു. ആദാം എഴുന്നേറ്റ് നടന്നോ? സംസാരിച്ചോ? എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ആ കളിമൺ പ്രതിമ നിശ്ചലമായി കിടക്കുക. ദൈവമാണ് നിർമ്മിച്ചത്. അത് നിർമ്മിച്ചു, മനോഹരമായ ഒരു പുരുഷ രൂപത്തിൽ നിർമ്മിച്ചു, പക്ഷെ അനങ്ങുന്നില്ല. പക്ഷേ ആദാമിന്റെ മൂക്കിൽ ദൈവം ശ്വാസമൂതി. ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ശ്വാസം ആദാമിന്റെ മൂക്കിലൂടെ ആ ശ്വാസകോശത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ കളിമൺ പ്രതിമ ജീവനുള്ളൊരു മനുഷ്യനായി മാറി. ആ മനുഷ്യനിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് മനുഷ്യൻ ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്നത്. അപ്പൊ ഒരു കളിമൺ പ്രതിമയിൽ ദൈവത്തിന്റെ ശ്വാസം ചെന്നപ്പോൾ ജീവനില്ലാത്ത കളിമൺ പ്രതിമ ജീവനുള്ള ഒരു മനുഷ്യനായി മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വചനം ആരേറ്റെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകും, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. ഈ ശ്വാസം, ഈ വചനം ചെന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോട് പറയട്ടെ, വലിയ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവും. ആ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകും, ആ രാജ്യത്തിനും ഉണ്ടാകും. എന്നാൽ ഈ തിരുവെഴുത്ത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ അവിടെ പറയുന്നു ദൈവത്തിന്റെ മനുഷ്യൻ ഉണ്ടോ, സൽപ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ തികഞ്ഞവരായി മാറണം. നമുക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യണം. വെറുതെ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരാൾക്ക് ഒരു നേരത്തെ ഒരു ഊണിനുള്ള പണം കൊടുക്കുവാനാണോ നമ്മുടെ കയ്യിലുള്ളൂ? ഇത് പ്രസംഗിക്കുമ്പോൾ ഞാനിത് ചെയ്തിട്ടാണ് പറയുന്നത്. എനിക്കറിയാം
ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് തന്നെ 2 മാനസിക രോഗിയാണ്. ഈ നാട്ടുകാരായ ഇതിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 2 പേരെ എനിക്കറിയാം. അവരാരും ഇടക്ക് എനിക്ക് കാണുമ്പോൾ ഞാൻ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ വീഡിയോ ഒന്നും വാങ്ങി വലിക്കരുതിട്ടാന്ന് പറയും. ഇല്ല, ഒരു സന്തോഷത്തോടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. എപ്പോഴും അല്ല, ചെയ്യാൻ പറ്റുന്ന സമയം. അപ്പൊ കർത്താവിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ സൽപ്രവർത്തിക്ക് തികഞ്ഞവനാകണം. അതിനുവേണ്ടിയാണ് ദൈവസ്വാസീയമായ വചനം നമുക്ക് തന്നിരിക്കുന്നത്. മാത്രമല്ല 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് ഉപദേശം തരുന്നതാണ്, നമ്മളെ ഉപദേശിക്കുന്നതാണ്, ശരിയായ പാതയിലൂടെ നമ്മൾ നടത്തുന്നതാണ് ഈ തിരുവെഴുത്ത്. ഇന്ന് ഉപദേശം പലർക്കും ഇഷ്ടമല്ലാതായിരിക്കുകയാണ്. ഉപദേശിക്കുന്ന മാതാപിതാക്കൾ ഇഷ്ടമല്ല, പാസ്റ്റർ ഇഷ്ടമല്ല. മോനെ നീ അത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല. മോനൊന്ന് കടയിൽ പോകണം. അപ്പൊ കടയിൽ പോന്ന് പറഞ്ഞാൽ കടയിൽ പോവില്ല. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയണം, കടയിൽ പോകരുത്. അപ്പൊ കടയിൽ പോകും. മോനെ ആ പാത്രം കഴുകി വെക്ക്. കഴുകി വെക്കൂല. മോനെ ആ പാത്രം കഴുകി വെക്കേണ്ടത് കഴുകി വെക്കും. ഇങ്ങനെ വിപരീതമായി ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. ഉപദേശത്തിന് വിലയില്ലാതായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ കാണരുത്. ഒരാൾ നമ്മളെ ഉപദേശിച്ചാൽ, കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വഴക്ക് പറയുന്നു, നിങ്ങൾ ഉപദേശിക്കുന്നു, ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യാതെ അപ്പൊ തന്നെ അനുസരിക്കണം. നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് എന്ത് സ്നേഹമായിരിക്കും അറിയാമോ? എല്ലാ തിരുവെഴുത്തും നമ്മളെ ഉപദേശത്തിനും ശാസനത്തിനും. അപ്പൊ ഈ വചനം നമ്മളെ ശാസിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. എല്ലാ വീട്ടിൽ ചോദിച്ചോ, നമ്മുടെ കുട്ടികളൊക്കെ ഓരോ മൊബൈലൊക്കെ ഏത് ഉപയോഗിക്കുന്നു കാണുന്നു വിചാരിക്കൂ. മോനെ നിർത്തും മോനെ, അവർക്കത് ഇഷ്ടവുമില്ല. ഞാൻ മൊബൈൽ നോക്കും. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, മൊബൈൽ 24 hours മൊബൈൽ. അപ്പോ ദേഷ്യം തോന്നും, മാതാപിതാക്കൾക്ക് ദേഷ്യം തോന്നും. കുറച്ചു നേരമെങ്കിലും ഒന്ന് മാറ്റിവെക്ക്. എവിടെ? ശാസിക്കുന്നത് ഇഷ്ടമല്ല. ഒന്ന്, ഇത് പഥ്യവചനമാണ്. 2, ഇത് ബന്ധനമില്ലാത്തതാണ്. 3, ഇത് സത്യവചനമാണ്. 4, ദൈവസ്വാസീയമാണ്. ഇത് നമ്മളെ ജ്ഞാനിയാക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.